1800 1900 കാലഘട്ടങ്ങളിൽ ലണ്ടനിൽ ഒരു പ്രസിദ്ധയായ തിയേറ്റർ ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു. അവരുടെ പേര് ഹന്ന എന്നായിരുന്നു. അവർക്ക് 2 ആൺമക്കളായിരുന്നു. അതിലെ മൂത്തവൻ ചെറിയ ചെറിയ ജോലിക്ക് പോയിട്ടായിരുന്നു കുടുംബം നോക്കിക്കൊണ്ടിരുന്നത്. രണ്ടാമത്തവൻ അമ്മ എവിടെ പോയാലും അമ്മയെ ഫോളോ ചെയ്തു പോകുന്നവനായിരുന്നു. അമ്മ അനുകരിക്കും. അമ്മ സ്റ്റേജിൽ നിന്ന് ചെയ്യുന്ന പാട്ട് പാടുന്ന ശൈലി അവൻ അനുകരിക്കുമായിരുന്നു. അവൻ അമ്മ ചെയ്യുന്ന പോലെ തന്നെ അവൻ ചെയ്യാനുള്ള നല്ല കഴിവുള്ള ചെറുക്കനായിരുന്നു. അങ്ങനെ ഒരിക്കൽ അമ്മയ്ക്ക് ഒരു മെന്റൽ ബ്രേക്ക് ഡൗൺ സംഭവിക്കുകയാണ്. സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല. ഒരുപാട് പേര് കാണാൻ നിൽക്കുന്ന ഒരു സ്റ്റേജിൽ അവർക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല. ഹന്ന അവിടെ തളർന്നു വീഴാണ്. ഹന്ന ബാക്ക് സ്റ്റേജിൽ പോയിട്ടിരുന്ന് കരയുന്നതാണ് മകൻ കാണുന്നത്. അവിടുത്തെ ഏജൻസി മാനേജർ വന്ന് ചോദിക്കുകയാണ്, മോനെ നിനക്ക് ഈ അമ്മയെ സഹായിക്കാൻ പറ്റുമോ? നീ അമ്മ അനുകരിക്കുന്ന പോലെ അനുകരിക്കുന്നവനല്ലേ, നിനക്ക് ഈ അമ്മയെ ഈ അവസ്ഥയിൽ സഹായിക്കാൻ പറ്റുമോ? ഇല്ലെങ്കിൽ ചിലപ്പോൾ നിനക്ക് പൈസ കിട്ടിയെന്ന് വരില്ല. അങ്ങനെ ഈ ചെറിയ കുട്ടി സ്റ്റേജിലേക്ക് കയറുകയാണ്. ആദ്യമായിട്ട് സ്റ്റേജിലേക്ക് കയറുകയാണ്. അവന്റെ മനസ്സ് വളരെയധികം തളർന്നിരിക്കുകയാണ്. കാരണം അമ്മയെ അവൻ ഒരു മെന്റൽ ബ്രേക്ക് ഡൗൺ, അമ്മ വല്ലാത്തൊരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഇവന് കരയണോ, കാരണം ചെറിയ കുട്ടിയാണ്, കരയണോ, എങ്ങനെ കാണികളെ എന്റർടൈൻ ചെയ്യും എന്നുള്ള വല്ലാത്ത ചിന്തകളിലൂടെ കടന്നു പോകുന്നു ആ കുഞ്ഞു മനസ്സ്. അങ്ങനെ ഇരിക്കെ കാണികൾ വല്ലാതെ, ഓഡിയൻസ് ഒക്കെ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ്ഡ് ആയി. കാരണം ഹന്നയല്ല പെർഫോം ചെയ്യുന്നത്, നോക്കുമ്പോൾ ഒരു ചെറിയ കുട്ടി, ഈ ചെറിയ കുട്ടി എന്ത് ചെയ്യാനാണ് എന്നായിരുന്നു എല്ലാവരുടെയും മനസ്സിൽ വരുന്ന ചോദ്യം. അങ്ങനെ ഇവന്റെ അനുകരണശേഷിയും ഇവന്റെ രസകരമായ രീതികളും കണ്ട് കാണികൾ അവിടെ ഇരുന്നു പോയി. അങ്ങനെ കാണികൾ ഓരോരുത്തരും പൈസ എറിഞ്ഞു തുടങ്ങി. ഈ മാനേജർ വന്ന് പൈസ ഓരോന്നും കളക്ട് ചെയ്യാണ്. അങ്ങനെ കളക്ട് ചെയ്ത് ഇതെല്ലാം കൂടി ആ കുട്ടിയുടെ കയ്യിൽ കൊടുത്തിട്ട് പറയാണ്, ഇന്ന് തൊട്ട് നിന്റെ അമ്മയ്ക്ക് പകരം നീയാണ് ഇവിടെ ജോലിക്ക് വരുന്നത്. അങ്ങനെ അവിടെ നിന്നും പ്രശസ്തിയിലേക്ക് ഉയർന്നു ആ ബാലൻ. ആദ്യത്തെ സ്റ്റാൻഡപ്പ് കൊമേഡിയൻ ലോകത്തിലെ എന്ന് നമുക്ക് അദ്ദേഹത്തിനെ ഇന്ന് വിശേഷിപ്പിക്കാം. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ചാർലി ചാപ്ലിൻ. ആ കുഞ്ഞു മനസ്സ് എത്ര വേദനിച്ചിട്ടാവും ഫസ്റ്റ് ഡേ അല്ലെങ്കിൽ ആദ്യമായി അവൻ ആ സ്റ്റേജിൽ നിന്നിട്ടുണ്ടാവുക. അതിൽ നിന്നും അവൻ ഉയർന്നു വരികയാണ് ചെയ്തത്. അതുപോലെ ആവണം നമ്മളും. നമുക്ക് നമ്മളുടെ ലൈഫിലും നമ്മളുടെ ജീവിതത്തിലും ഒരുപാട് മുറിവുകൾ നമ്മൾ നേരിട്ടിട്ടുണ്ടാവും, ഒരുപാട് വേദനകൾ നേരിട്ടിട്ടുണ്ടാവും. നിങ്ങളാണെങ്കിലും ഞാനാണെങ്കിലും ഓരോ മുറിവ് നമ്മുടെ മനസ്സിന് സംഭവിക്കുമ്പോഴും ആ മുറിവിലൂടെ രക്തം വാർന്നു കഴിയുമ്പോൾ ആ വിടവിലൂടെ പ്രകാശം കടത്തിവിടാൻ നമ്മൾ ശ്രമിക്കണം. അങ്ങനെ ആയിരിക്കണം ഓരോ മുറിവും ഉണങ്ങേണ്ടത്. എല്ലാവരുടെയും മുറിവ് ഉണങ്ങി ഒരുപാട് പ്രകാശവും ഒരുപാട് സ്നേഹവും മനസ്സിലേക്ക് നിറയട്ടെ. കാണുന്ന കാഴ്ചകൾ കുറച്ചും കൂടെ ക്ലിയർ ആവട്ടെ, ഫോക്കസ്ഡ് ആവട്ടെ. സ്നേഹം മാത്രം. താങ്ക് യു.